പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ 2024 LDC പരീക്ഷ വന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം നമ്മുടെ തിങ്കളാഴ്ച അല്ലാഞ്ഞിട്ട് കൂടി ഇന്ന് ശനിയാഴ്ചയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ LDCയുടെ ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് നമ്മുടെ തൊഴിൽ വീതി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു തൊഴിൽ വീതിക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ LDC പരീക്ഷ എഴുതാൻ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പത്രത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വീതിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ LDC പരീക്ഷ എഴുതുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് തന്നെ കാണുക. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ LDC പരീക്ഷ എഴുതുന്ന കൂട്ടുകാരിലേക്ക് കൂടി ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഗ്രൂപ്പുകളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ LDC 2024 നോട്ടിഫിക്കേഷന്റെ കേസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 503/2023 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന LDC 2024 പരീക്ഷ വന്നിട്ടുള്ളത്. ഇത് അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ LDC പരീക്ഷ അപ്ലൈ ചെയ്യേണ്ട അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 3 ആണ്. അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ ഒരു റഷിലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ എന്താണ് ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്താലാണ് അതിൻ്റെ കട്ട് ഓഫ് ഓക്കെ ആവുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് സംശയങ്ങളിലാണ് നിങ്ങൾ. അതിൻ്റെ ഒരുപാട് ഡൗട്ടുകൾ ഞാൻ ക്ലാസിൻ്റെ കമൻറ്റ് ബോക്സിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചാനലിൽ തന്നെ LDCയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് 9961161927 എന്ന് പറയുന്ന നമ്പറിലേക്ക് 200 രൂപ പേയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ LDCയുടെ ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെ എന്ന് വെച്ചാൽ LDCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളുടെ ഡിജിറ്റൽ നോട്ട്സും മെറ്റീരിയൽസും ആണ് ഈ പറയുന്ന ഗ്രൂപ്പിനകത്ത് ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് മെറ്റീരിയൽസ് PDF മെറ്റീരിയൽസ് ഉണ്ടാവും, വീക്കിലി മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ഉണ്ടാവും. അപ്പോൾ LDC പരീക്ഷ എഴുതുന്ന എല്ലാവരും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ അതിനുള്ള ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മാക്സിമം നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷ ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. ഏകദേശം 6 മാസം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് LDC പരീക്ഷ 2024 കുറിച്ച് ബാക്കി കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് LDC കരുതലോടെ അപേക്ഷിക്കാമെന്നാണ്. കാര്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം LDC പരീക്ഷ അപ്ലൈ ചെയ്യാനായിട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബോക്സ് അതിനകത്ത് തന്നിട്ടുള്ളത്. കഴിഞ്ഞ 4 തവണ LDC അപേക്ഷകരുടെ ജില്ല തിരിച്ചിട്ടുള്ള ലിസ്റ്റും, അതുപോലെ തന്നെ മുൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ലിസ്റ്റ് ഒറ്റ നോട്ടത്തിൽ, അതുപോലെ തന്നെ കഴിഞ്ഞ 4 തവണയുള്ള നിയമന ശുപാർശ, അവരുടെ കട്ട് ഓഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പേപ്പറിനകത്ത് വളരെ വ്യക്തമായിട്ട് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 4 തവണത്തെ LDC അപേക്ഷകരുടെ കാര്യമാണ് പറയുന്നത്. 2019 ഏകദേശം 17.5 ലക്ഷം ആൾക്കാരും, 2016 ഏകദേശം 18 ലക്ഷം ആൾക്കാരും, 2013 ഏകദേശം 15.5 ലക്ഷം ആൾക്കാരും, 2010 ഏകദേശം 13 ലക്ഷം ആൾക്കാരുമാണ് എന്ത് ചെയ്യുന്നത് LDC പരീക്ഷയിൽ അപ്ലൈ ചെയ്തവർ, അല്ലെങ്കിൽ ഈ അപേക്ഷകർ എന്ന് പറയുന്നത് ഇത്രയും ആൾക്കാരാണ്. ഇപ്രാവശ്യം അത് ഏകദേശം 18 ലക്ഷം 20 ലക്ഷത്തിലോട്ടോ കടക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത്. ഓരോ ജില്ലയിലും എത്ര വേക്കൻസികൾ വരുമെന്ന് ചോദിച്ചാൽ ഏകദേശം 500-നും 1000-നും ഇടയിൽ വേക്കൻസികൾക്കാണ് ഓരോ ജില്ലയിലും സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മുൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലിസ്റ്റിൽ കണ്ടാൽ മനസ്സിലാവും. തിരുവനന്തപുരത്തൊക്കെ 2019 കേസാണ് പറയുന്നത്. 2019 തിരുവനന്തപുരത്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഏകദേശം 2500 പേരാണ്. കൊല്ലത്ത് ഏകദേശം 1600 പേര്, പത്തനംതിട്ടയിൽ ഏകദേശം 1100, ആലപ്പുഴ 1300, കോട്ടയം 1600, ഇടുക്കി 1100, എറണാകുളം 2300, തൃശ്ശൂര് 2000, പാലക്കാട് 1800, മലപ്പുറം 2000, കോഴിക്കോട് 1900, വയനാട് 600 ഉള്ളൂ, കണ്ണൂരാണെങ്കിൽ 1900 ഉണ്ട്, കാസർഗോഡ് ആണെങ്കിൽ 1064 ഉണ്ട്. അപ്പോൾ ഓരോ ജില്ലയിലും ഏകദേശം 1000-നും 2000-നും ഇടയിലുള്ള ആൾക്കാരുടെ ലിസ്റ്റാണ് ഓരോ ജില്ലയിലും വരുന്നത്. അതുപോലെ തന്നെ കട്ട് ഓഫിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം 52 കട്ട് ഓഫാണ്, കൊല്ലത്ത് കഴിഞ്ഞ പ്രാവശ്യം 54, പത്തനംതിട്ട 52, ആലപ്പുഴ 48 ആണ്, കോട്ടയത്താണെങ്കിൽ 54 ആണ്, ഇടുക്കി 49, എറണാകുളത്ത് 53, തൃശ്ശൂർ 55, പാലക്കാട് 54, മലപ്പുറം 53, കോഴിക്കോട് 54, വയനാട് 50, കണ്ണൂർ 55, കാസർഗോഡ് 51. ഈ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ഘട്ട പരീക്ഷയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് കട്ട് ഓഫ് ഈ ഒരു റേഞ്ചിലേക്ക് പോയത്. പക്ഷേ നമ്മുടെ എക്സാക്ട് കട്ട് ഓഫ് വരാനായിട്ട് പോകുന്നത് ഏകദേശം 2016 കട്ട് ഓഫിന്റെ റേഞ്ചിന്റെ മുകളിൽ നമ്മുടെ കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. 2016 കട്ട് ഓഫിന്റെ കേസ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 76 വരെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം അത് ഏകദേശം 80 അടുപ്പിച്ച് പോകാനുള്ള ചാൻസ് ആണ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ള തിരുവനന്തപുരത്തും ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിനകത്ത് 48 എന്ന് പറയുന്ന മാർക്കാണ് ഏറ്റവും കുറവ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്ന എവിടെയാണ്? 48 തന്നെയല്ലേ? 48 തന്നെയാണ്. 48 വന്നിട്ടുണ്ടായിരുന്നത് പത്തനംതിട്ടയിലാണ് അല്ലേ? അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ് വന്ന് വെക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് മെയിൻസ് പരീക്ഷ എന്ന് പറയുന്ന ഒറ്റ പരീക്ഷ ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഏകദേശം
ഈ 2016 കട്ട് ഓഫിലോട്ടൊക്കെ ഏകദേശം പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഇത്രയും കുറവായിരിക്കത്തില്ല, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം കട്ട് ഓഫ് 70+ മുകളിൽ പോകാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ 2013 കട്ട് ഓഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം 50-60 റേഞ്ച് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 2013. 2016 ആ ഒരു കമ്പാരിസൺ 2019 16 കമ്പാരിസൺ ആനയും ആട്ടുകുട്ടി തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ 19 2 ഫേസ് ആയിരുന്നു, 16 ഒറ്റ ഫേസ് ആയിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 4 തവണത്തെ നിയമന ശുപാർശയും കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം 647 വേക്കൻസികളാണ്, 747 പേർക്കാണ് നിയമന ശുപാർശ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ കൊല്ലത്ത് 400, പത്തനംതിട്ട 300, ആലപ്പുഴ 300, കോട്ടയത്ത് 350, ഇടുക്കിയിൽ 270, എറണാകുളത്താണെങ്കിൽ 578, തൃശ്ശൂർ 482, പാലക്കാട് 390, മലപ്പുറം 540, കോഴിക്കോട് 417, വയനാട് 200, കണ്ണൂരാണെങ്കിൽ 448, കാസർഗോഡ് 186 കാസർഗോഡ്. ആകെ മൊത്തത്തിൽ 5594 പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു 2019 നിയമന ശുപാർശ പോയിട്ടുണ്ട്. 2016 നിയമന ശുപാർശ നോക്കിയാൽ 12,000 പേർക്കാണ് 2016 പോയിട്ടുണ്ടായിരുന്നത്. 2013 12,000 പേർക്ക് പോയിട്ടുണ്ട്. 10 ഏകദേശം 15,000 പേർക്കാണ് പോയിട്ടുള്ളത് അല്ലെ, 15,000 പേർക്ക്. ഇപ്രാവശ്യം കണ്ടല്ലോ 5,000 പേർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് 5,000 പേർക്ക് പോയിട്ടുള്ളൂ എന്നുള്ളതാണ് കാര്യം. ആ ഒരു അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, ഓരോ സർക്കാരിന് വരുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 2019 5,000 പേർക്കാണ് പോയിട്ടുള്ളത്, 5,500 പേർക്കാണ് പോയിട്ടുള്ളത്. ഇപ്രാവശ്യം എന്തായാലും അത് 10,000 മേലെ പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഏത് ജില്ലയിലാണ് കട്ട് ഓഫ് കൂടുതൽ വരിക കുറവ് വരിക ഉള്ള കാര്യത്തിൽ പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ കട്ട് ഓഫ് എപ്പോഴും കൂടുതൽ വരുന്നത് ഓഫ് കോഴ്സ് അത് തിരുവനന്തപുരം ജില്ലയിലും എറണാകുളം ജില്ലയിലൊക്കെ ആയിരിക്കും കട്ട് ഓഫ് കൂടുതൽ വരുന്നത്. അപ്പോൾ ചില ആൾക്കാർ 2 സ്ട്രാറ്റജീസ് ആണ് ഫോളോ ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ചിലവർ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ കട്ട് ഓഫ് അപ്പോയിൻമെന്റ് കൂടുതലുള്ള ജില്ലയിലേക്ക് ചിലവർ അപ്ലൈ ചെയ്യും, ചിലവർ കട്ട് ഓഫ് കുറഞ്ഞ ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യും. പക്ഷേ ഈ കട്ട് ഓഫ് കുറഞ്ഞ ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കട്ട് ഓഫ് കുറഞ്ഞ ജില്ലയിൽ നിയമനം കുറവായിരിക്കും, കട്ട് ഓഫ് കൂടിയ ജില്ലയിൽ നിയമനം കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് പറയും പോലെ ഓരോ ജില്ലയിലെയും എന്താണ് കട്ട് ഓഫിന്റെ കേസും ഓരോ ജില്ലയിലെ വിജ്ഞാപനത്തിന്റെ കേസും ഇതിനകത്ത് പറയുന്നുണ്ട്. അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് ജില്ലയിലാണ് കട്ട് ഓഫ് കൂടുതൽ വന്നിട്ടുള്ളത്, ഏത് ജില്ലയിലാണ് കുറവ് വന്നിട്ടുള്ളത്, അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്നിലും നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ഓഫ് കുറഞ്ഞ ജില്ലയിൽ അപ്ലൈ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് കൂടിയ ജില്ലയിൽ അപ്ലൈ ചെയ്ത് നിയമനം കൂടുതലുള്ള ജില്ലയിലേക്ക് അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്ത് അതിനകത്ത് തന്നെ ജോലി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം ഒരു ജില്ലയിൽ നിങ്ങൾ ജോലി വാങ്ങിച്ചാൽ ഏകദേശം 5 വർഷം നിങ്ങൾ ആ ജില്ലയിൽ വർക്ക് ചെയ്താലേ മറ്റൊരു ജില്ലയിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തുകാരൻ ആലപ്പുഴ ജില്ലയിൽ ചെന്നിട്ട് ജോലി വാങ്ങിച്ചിട്ട് ആലപ്പുഴ LDCയിൽ അപ്ലൈ ചെയ്ത് അവിടെ ജോലി വാങ്ങിച്ചാൽ 5 വർഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആലപ്പുഴ ജില്ലയിൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന കാര്യം തന്നെയാണ് ഏത് ജില്ലയിൽ തിരഞ്ഞെടുക്കണം, കൂടുതൽ നിയമനം എവിടെ. ആ ഏത് ജില്ലയിൽ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്ന ആ ഒരു കോളം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജില്ലാതലത്തിലുള്ള നിയമനം ആയതിനാൽ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ ഒരു ഉദ്യോഗാർത്ഥിക്ക് അപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ. സ്വന്തം ജില്ലയിൽ അപേക്ഷിക്കുന്നവർക്ക് വെയിറ്റേജ് മാർക്കൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഏത് ജില്ലയിലും എന്ത് ചെയ്യാം, അപേക്ഷ നൽകാം. സ്ഥിരമായി PSC പരീക്ഷ എഴുതുന്നവർക്ക് ഏത് ജില്ലയിൽ തിരഞ്ഞെടുക്കണമെന്നുള്ള സാഹചര്യത്തിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. ചിലർ കൂടുതൽ നിയമനം നടക്കുന്ന ജില്ലകൾ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റ് ചിലർ എന്ത് ചെയ്യും, മത്സരം കുറഞ്ഞ ജില്ലയിലായിരിക്കും അല്ലെങ്കിൽ കട്ട് ഓഫ് കുറഞ്ഞ ജില്ലയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, നിയമനം ലഭിക്കുന്ന ജില്ലയിൽ 5 വർഷത്തിൽ ജോലി ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ട്രാൻസ്ഫർ ലഭിക്കത്തുള്ളൂ. 5 വർഷത്തിന് ശേഷം ജില്ലാമാറ്റം ലഭിച്ചാലും പുതുതായി എത്തുന്ന ജില്ല ഈ തസ്തികയിലെ ഏറ്റവും ജൂനിയറായി മാത്രമേ പ്രവേശിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. കാര്യം ട്രാൻസ്ഫർ കഴിഞ്ഞ് പോയാലും വീണ്ടും ജൂനിയർ ആയിട്ടേ പരിഗണിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരേ ജില്ലയിൽ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് അതിനുള്ള സീനിയോറിറ്റി കിട്ടും, അതിനനുസരിച്ചുള്ള ശമ്പളവും അതിനനുസരിച്ചുള്ള നിയമന കയറ്റവും നിങ്ങൾക്ക് ഉണ്ടാവും. കൂടുതൽ നിയമനം എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ജനറൽ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ നിയമനം ലഭിക്കുന്നതോ മത്സരം കുറഞ്ഞതോ ആയ ജില്ലകൾ തിരഞ്ഞെടുക്കാം. നിലവിലെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നടന്നിട്ടുള്ളത് തിരുവനന്തപുരത്താണ് 647. എറണാകുളം, മലപ്പുറം ജില്ലകളിൽ 500 പേർക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. നിയമനം ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലാണ് 186. 2016 വിജ്ഞാപന പ്രകാരം കൂടുതൽ നിയമനം നടന്നിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലും കുറവ് വയനാടുമായിരുന്നു. അപ്പോൾ എന്തായാലും കൂടുതൽ നിയമനം എവിടെയാണ്, തിരുവനന്തപുരത്താണ്. ഈ പറയുന്ന കാസർഗോഡും അതുപോലെ തന്നെ വയനാടിലുമൊക്കെ നിയമനങ്ങൾ എപ്പോഴും കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ LGSന്റെ കേസാണ്. LGSന്റെ വിജ്ഞാപനം ഡിസംബർ 15 വരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതുപോലെയുള്ള വെച്ചാൽ യോഗ്യത 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ജനുവരി 15 വരെ അപേക്ഷ നൽകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ LGSന്റെ വിജ്ഞാപനം വരുന്നുണ്ട്. ഇതുപോലുള്ള 10th ലെവൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ 7th ക്വാളിഫിക്കേഷൻ 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള ഒരു ലോട്ടറിയാണ് LGS എന്ന് പറയുന്നത്. LGSിലുള്ളവർക്ക് അല്ലെങ്കിൽ LGSിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. വെച്ചാൽ നിങ്ങൾ പ്രൊഫൈൽ ഡിഗ്രി കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ എനേബിൾഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, LGS അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല.
അപ്പോൾ ഈ പറയുന്ന LGSന്റെയും LDCയുടെയും ക്ലാസ്സുകൾ ഒരേ ബാച്ചിലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ LDCയും LGSും കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന 200 രൂപ നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, അത് ഈ പേയ്മെന്റ് ചെയ്യേണ്ട നമ്പർ ഇതിനകത്ത് പറയുന്നത് 9961169272 എന്ന് പറയുന്ന നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ LDC സംശയങ്ങളും മറുപടികളും എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ടെലഗ്രാം ചാനലിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 26 തസ്തികയിലേക്ക് കേരള PSCയുടെ വിജ്ഞാപനം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റന്റ് ഇൻഷുറൻസ് ഓഫീസർ, അതുപോലെ തന്നെ ലെക്ചറർ, അതുപോലെ തന്നെ ഡെന്റൽ ക്ലിനിക്കിലേക്കുള്ളത് ഡെന്റൽ മെക്കാനിക്ക്, അതുപോലെ തന്നെ ജനറൽ മാനേജർ, പിന്നെ ടെക്നിക്കൽ സർവേയിലേക്കുള്ളത്, അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പോലുള്ള തസ്തികയിലേക്കുള്ള വരുന്നുണ്ട്. ഹൈസ്കൂൾ ടീച്ചർ മലയാളത്തിലേക്കുള്ളതുമായിട്ടൊക്കെയുള്ള ഒരുപാട് തസ്തികയിലേക്കാണ് നിലവിൽ ഇപ്പോൾ വരാനായിട്ട് പോകുന്നത്. കാറ്റഗറി നമ്പർ 503 2023, 504 2023 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്ലർക്കിന്റെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കേട്ടറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ കേട്ടറ്റിൽ വിജയ ശതമാനം 8% മാത്രമാണ്, ബാക്കി ഫുള്ള് പേര് തോറ്റ ഒരു കേസ് വരികയാണ്. അതുപോലെ തന്നെ വനിതാ CPO ഷോർട്ട് ലിസ്റ്റിൽ 2831 പേര് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ദേവസ്വം പ്യൂണ്, ഹൈസ്കൂൾ സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ LDC തൃശ്ശൂരിൽ 19 പേർ കൂടി നിയമനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് തസ്തികയുടെ ഉൾപ്പെടെയുള്ള 6 തസ്തികയിലേക്കാണ് അർഹതാ ലിസ്റ്റ് വരാനായിട്ട് പോകുന്നത്. ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ ഉൾപ്പെടെയുള്ള 6 തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട്. കെയർടേക്കർ ഉൾപ്പെടെയുള്ള 5 ലിസ്റ്റിലേക്കുള്ള സാധ്യതാ ലിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ PSC ആഴ്ച നടത്തിയിട്ടുള്ള ഇന്റർവ്യൂയുടെയും കേസുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു കൺസേൺ ആയിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ വിജ്ഞാപനം ഇപ്രാവശ്യം ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത്. അത് ഈ സർവീസിനകത്ത് ഇരിക്കുന്നവർ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഈ ഒരു ഡിലേ വരുന്നത് കേട്ടോ. കാര്യം നവംബർ 1 തീയതി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഇത് വരുന്നു, നോട്ടിഫിക്കേഷൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അതും വെറുതെ വെള്ളത്തിൽ വരച്ചവരാണൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും LDCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ LDCയുടെ കോഴ്സിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. 6 മാസം നമുക്ക് സമയമുണ്ട്, കുറച്ചായിട്ട് പഠിച്ചാലും നമുക്ക് സിലബസ് കവർ ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, നിങ്ങളും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. LDCയുടെ 2ാമത്തെ ക്ലാസ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരിലേക്ക് കൂടി ഒരു വിവരം എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.